ആശാവർക്കർമാർ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ്. ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ആശമാർ. പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സാന്ദ്ര സാജുണ്ട്. സാന്ദ്ര, മാസങ്ങൾ നീണ്ട സമരമാണ് ആശമാരുടേത്. ഇപ്പോൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതിഷേധം ഇപ്പോൾ ക്ലിഫ് ഹൌസിന് മുന്നിലേക്കാണ്. എന്താണ് വിവരങ്ങൾ? സ്മൃതി, കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 മാസമായി, കൃത്യമായി പറഞ്ഞാൽ 256 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടക്കുകയാണ്. പക്ഷേ സമരം നടത്തിയിട്ടും അവരുടെ സമരത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ ഇതുവരെയും മുഖ്യമന്ത്രിയോ സർക്കാരോ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിപ്പോൾ അവരുടെ സമരത്തിന്റെ ഒരു അടുത്ത ഘട്ടം എന്നോണം ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് കയറുന്ന വഴിയിൽ ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് ആശാപ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ആശാപ്രവർത്തകരൊക്കെ തന്നെയും ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് സമരം ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 തവണ ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പക്ഷെ പിരിഞ്ഞു പോകില്ല. ഏത് വിധേനയും മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച ശേഷം മാത്രമേ പിരിഞ്ഞു പോകൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. 3 തവണ ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അവർ പിരിഞ്ഞു പോയിട്ടില്ല. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്മൃതി, 2 കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഒന്ന്, കേന്ദ്രം അവരുടെ ഓണറേറിയം കൂട്ടുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരും അത് കൂട്ടിത്തരാം. രണ്ടാമതായി പറഞ്ഞിരുന്നത് ഇവരുടെ ഇൻസെന്റീവ് തുക അത് സർക്കാർ ഒരു പഠന കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടായിരുന്നു. പഠന കമ്മിറ്റി പറയുന്നതനുസരിച്ച് അവരുടെ ശുപാർശ അനുസരിച്ച് കൂട്ടിത്തരാമെന്നാണ്. ഇവർ സമരം തുടങ്ങിയതിന് പിന്നാലെ തന്നെ കേന്ദ്രം ഇവരുടെ 2500 രൂപയായിരുന്ന ഇവരുടെ ഇൻസെന്റീവ് തുക 3500 രൂപയാക്കി കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഠന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 10 വർഷം കഴിഞ്ഞവർക്ക് 1500 രൂപയും 10 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവർക്ക് 1000 രൂപയും കൂട്ടി നൽകാനും തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഈ തീരുമാനമൊക്കെ വന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ സ്ത്രീകൾ 8 മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തൊട്ടടുത്ത ഏതാണ്ട് മീറ്ററുകൾക്കപ്പുറത്ത് ഇവർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരടിസ്ഥാന സൗകര്യവുമില്ലാതെ വെയിലും മഴയും ഒക്കെ കൊണ്ട് സമരം ചെയ്യുന്ന ഈ സ്ത്രീകളെ മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല എന്ന് ആണ് ഇവരുടെ ഏറ്റവും വലിയ പരാതി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ടെത്തി കണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്ത് വിധേനയും മുഖ്യമന്ത്രിയെ കണ്ട ശേഷമേ തങ്ങൾ പോകൂ എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ആശാപ്രവർത്തകർ, കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗത്തു നിന്നെത്തിയ ആശാപ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ എത്തി ഈ ഒരു സമരത്തിന്റെ ഭാഗമാകുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മുതുകുളത്ത് വന്നു. ഇപ്പൊ ഇവിടെ മുഖ്യമന്ത്രിയുടെ വീട് വരെ വരേണ്ടി വന്നിരിക്കുകയാണ്. വരേണ്ടി വന്നു. ഞങ്ങളെ ഇവിടെ വരെ വരുത്തി അദ്ദേഹം. ഈ പാവം പിടിച്ച ഞങ്ങള് വെയിലും മഴയും കൊണ്ട് ഈ നാട് ഒറ്റയ്ക്ക് കിടക്കുക. അദ്ദേഹത്തിന് വേണ്ടിയാ, അല്ലാതെ വേറെ ആർക്കും വേണ്ടിയല്ലേ ഞങ്ങള് പോയത്. ഈ മനുഷ്യൻ ഇവിടെ ഇരുന്ന് എല്ലാമായി നമ്പർ 1 എന്ന് പറയുന്ന ആർക്ക് കഷ്ടപ്പെട്ടത്? ഞങ്ങള് ഈ നിൽക്കുന്ന ഇത്രയും ജനങ്ങള് കഷ്ടപ്പെട്ടതാണ്. അതാണ് നമ്പർ 1. ആരോഗ്യ വകുപ്പിലെല്ലാം നമ്പർ 1 എന്ന് പറയുന്നത്. ശരി, അതുതന്നെയാണ് സ്മൃതി ഇവർക്ക് പറയാനുള്ളത്. ആരോഗ്യവകുപ്പ് നമ്പർ 1 ആണ് എന്ന് പറയുമ്പോഴും ഇവർ അതിനുവേണ്ടി കഷ്ടപ്പെട്ട, അതിനുവേണ്ടി പ്രവർത്തിച്ച ഈ മനുഷ്യരെ കാണുന്നില്ല എന്നുള്ള ഒരു പരാതി തന്നെയാണ് അവർക്കുള്ളത്. എന്തായാലും ഈ ജലപീരങ്കികൾ തുടർച്ചയായി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ പിരിഞ്ഞു പോകില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് സ്മൃതി ആശാ വർക്കേഴ്സ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശമാരുടെ പ്രതിഷേധം കടുക്കുകയാണ്. സമാധാനപരമായ പ്രതിഷേധം. അതിനൊടുവിൽ ഇപ്പോൾ ക്ലിഫ് ഹൌസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് ആശമാരുടെ സമരം നീങ്ങിയിരിക്കുന്നത്. 8 മാസമായ സമരമാണ്. 1 വർഷത്തിലേക്ക് എടുക്കുന്ന വലിയ സമരമാണ്. ദീർഘനാളായി ആശമാർ ഉന്നയിക്കുന്ന അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും സർക്കാർ അവഗണിക്കുന്നതിലാണ് വലിയ പ്രതിഷേധം ഉടലെടുക്കുന്നത്. നേരത്തെ ആശയുടെ ഒരു പ്രതികരണം വന്നത് അത് വൈകാരികമായ പ്രതികരണം തന്നെയാണ്. എല്ലാത്തിലും നമ്പർ 1 എന്ന് അവകാശപ്പെടുമ്പോൾ അതിൽ ഞങ്ങളുടെ പങ്ക് സർക്കാർ മറന്നു എന്നുള്ളതാണ് പറയുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധമാണ്. അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗമുണ്ടായി. പക്ഷെ പിരിഞ്ഞു പോകില്ല എന്ന് തന്നെയാണ് ആശാ പ്രവർത്തകർ പറയുന്നത്. ഒട്ടും വീര്യം ചോരാത്ത ആശമാരുടെ സമരം.